വൺ എടുക്കല്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്. കാളിന്തി നാദം ഗോപി സംഗീതം നെഞ്ചം തേനോലും പോലെ രാധാസല്ലാപം നറുവെണ്ണയോടെ പ്രേമതാലം നിലാവിന്റെ ശീതളമായ പൂളിനം തുളുമ്പിൽ ഞരമ്പിൽ സോവലധിക പിഴിഞ്ഞലകരി ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം നെഞ്ചം തേനോലും പോലെ രാധാസല്ലാപം നറുവെണ്ണയോടെ പ്രേമതാലം നിലാവിന്റെ ശീതളമായ പുളിനം തുളുമ്പി ഞരമ്പിൽ സോവലധിക പിഴിഞ്ഞലകരി ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം ാലസം ചടുലമാകുന്നുവോ ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം നെഞ്ചം തേനോലും പോലെ രാധാസല്ലാപം താരകളെ വന്നാലും കണ്ണനു പൂവണിയായി നിന്നാലും സിന്ദൂര സുന്ദര നീലരത്നങ്ങളിൽ ദേവശോഭ നീളേ നവരസ കൊടുമുടി കയറിയ സുഖകടകം ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം നെഞ്ചം തേനോലും പോലെ രാധാസല്ലാപം നറുവെണ്ണയോടെ പ്രേമതാലം നിലാവിന്റെ ശീതളമായ പുളിനം ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം തകതിമിതാം തതിക്കിണ്ണത്തു തകതി തകതിമിതാം തതിക്കിണ്ണത്തു തരികിട തകതിമിതാം തതിക്കിണ്ണത്തു താം തതിക്കിണ്ണത്തു താം തതിക്കിണ്ണത്തു തദ്ദിം തദിം തകിട തകജം തദ്ദിം തദിം തദിം തജം തകിട തകതിമി തകജം തദിം തകിടജം സരിഗ മദനി തനിന മഗരിഗ മദനി സാനി മദനി സരിഗ ദദനി സ മദനി ഗമഗരി സരിഗ മഗരി ഗമദ മഗ ഗമദനി മദനി സനി ദദനി സരി സനി നി സനി ഗമഗരി സനി മദനി
സനി സനി ദരി ഗരി ഗരി സമ ധമ ധമ ഗദ നിധ മദനി സാസ 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 സനി സനി രീ 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 സാസ 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 സനി സനി രീ 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 മഗരി ഗരി സരി ഗമ ഗമ ധനി ധമ ധമ ഗമ ധനി ധനി സരി 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 ധനി ധമ ധമ ഗരി ഗമ 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 ധനി ധനി സരി 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 ഗരി 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 മഗ ധമ നിധ സരി നി സരി മാ ഓക്കെ മക്കളെ, എന്ത് പറ്റി? ലാസ്റ്റ് പൊസിഷനില് സിദ്ധി അഭിരാമി വന്നിരുന്നില്ലേ? ഞാൻ മാത്രം ശ്രീലക്ഷ്മി അടുത്ത് പറഞ്ഞ് ഞാൻ രാധയായിട്ടിരിക്കും, ആരും കേക്കണ്ടോ, ഞാൻ വന്നിരിക്കും. ഇത് ഞാൻ കേട്ട് ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞു. നീയും കേട്ട്, ഞാനും കേട്ട് കഴിഞ്ഞിട്ടാ കേട്ടത് ജന. എന്നിട്ട് ഞാനിത് മറന്നുപോയി. ഞാൻ അവിടെ ഇരിക്കുവായിരുന്നു, അവിടെ ഇരുന്ന് വേഗം അയ്യോ ലാസ്റ്റ് ഓടണ്ട്, അങ്ങനെ ഞാൻ പറഞ്ഞതിൽ വന്നതെങ്കിൽ ഇവർ രണ്ടുപേരും വന്നിരുന്ന് എന്നെ പറ്റിച്ച്. സിദ്ധി അറിഞ്ഞില്ല. പിന്നെ അഭിരാമിന്റെ അടുത്ത് ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിരുന്നത് വേണമെങ്കിൽ വന്ന് നിൽക്കുന്ന് പറഞ്ഞ്. എനിക്കൊന്ന് കളിച്ചാ ടെൻഷനിൽ അവള് മറന്നതും ആവാം. ശരിക്കും ഞാനിത് പണ്ട് കുഞ്ഞിലെ നമ്മുടെ ഓണാഘോഷത്തിന്റെ കോമ്പറ്റീഷന് കളിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഈ പാട്ട് കേൾക്കുമ്പോ എല്ലാം എനിക്ക് അത് ഓർമ്മ വരും. കിട്ടിയ മക്കൾക്ക് ഇല്ല, അത് അവസാനത്തെ കറക്കം ഞാൻ നേരത്തെ കൂട്ടി കറങ്ങി, ചുമ്മാ ലാസ്റ്റ് നിന്ന് കറങ്ങി 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 എല്ലാവർക്കും ബോറായി, അങ്ങനെ നിന്ന് കറങ്ങി, അങ്ങനെ ചേച്ചി ഔട്ടാക്കി എന്നെ. നല്ല പാട്ടല്ലേ ഇത്? ഒരു ബ്രദർ കുറെ പ്രാവശ്യമായിട്ട് ചോദിച്ച ഒരു സോങ് ആണിത് കേട്ടോ. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോ ശ്രീലക്ഷ്മിനെയാണ് സത്യത്തിൽ ഓർമ്മ വരുന്നത്. ഈ പാട്ട് കേൾക്കുമ്പോ പിന്നെ ഞാൻ ഇച്ചിരി ടെൻഷൻ അടിച്ചാണ് കളിച്ചത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ട് കളിച്ചൊന്നും തെറ്റിച്ചില്ല. ഓക്കെ, നമ്മുടെ അഭിരാമി മോൾ ഇത് കണക്കത്തെ റെഡ് സാരി ഇട്ടപ്പോഴത്തേക്ക് മുട്ട വരെ ഉള്ളൂ. അങ്ങനെ ആശാട്ടിക്ക് സാരി മാറ്റി. നല്ല വിഷമമുണ്ട്. എന്ത് തെറ്റിച്ചാ? കുറച്ച് എനിക്ക് ഇങ്ങനെ പനിയുടെ ഇതില് വയ്യായികയായിട്ട് ഇരുന്നോണ്ട് കറക്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല. പ്രാക്ടീസ് നല്ല കുറവ്. അതാണോ ഓണത്തിന് മൊത്തം അടിച്ചു പൊളിച്ച് കറങ്ങി നടന്നിട്ടാണോ? ഇല്ല സമയം, അതായത് ബോഡി ആണെങ്കിൽ സമയം ഉണ്ടായിരുന്നു, പക്ഷെ ബോഡി ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ കിതപ്പ്, ഭയങ്കരമായിട്ട് കിതപ്പും ചുമയും വന്നിട്ട് കറക്റ്റ് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നല്ല രീതിയിൽ അറച്ച് കുറച്ച് തെറ്റിപ്പോയി. ഇത്രയും കളിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, വിചാരിച്ചതിന്റെ നന്നായിട്ട് മോള് വന്നപ്പോഴും മോള് ഞാൻ മാത്രം പഠിച്ചില്ല, അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ. അതെ, അനാമിക മോൾ സ്ഥിരം പറയുന്നതാണ്, ഞാൻ ലൈറ്റ് സ്റ്റെപ്പ് ഇട്ടിട്ടുള്ളൂ, എന്നെ കൊണ്ട് കളിക്കാൻ പറ്റുന്നേ ഇല്ല. ഞങ്ങൾ ഓൾറെഡി ഈ ഡാൻസ് കൊറിയോ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പൊ ഒരു മെസ്സേജ്, ഞാനും ഒന്നും ഇട്ടില്ല, ഞാൻ ലൈറ്റ് ആയിട്ട് ഇച്ചിരി പോലും ടൈമില്ലായിരുന്നു, പനിയായിരുന്നേ. സത്യമാണ്, യഥാർത്ഥത്തിൽ എനിക്ക് സൈനസിന്റെ പ്രശ്നമായിട്ട് ഞാൻ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കളിച്ചൊക്കെ നോക്കും, ഇത്തിരി ബോഡി അനങ്ങുമ്പോഴേ തല എന്തോ ഒരു അനക്കമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചതിന് നന്നായിട്ട് അനാമിക മോൾ അത് പറഞ്ഞിട്ട് ബാക്കി ആരുടെ മുഖത്തൊരു പുച്ഛ ഭാവം. നോർമലി ഞങ്ങള് ബാക്കി ആര് പറഞ്ഞാലും ഇവരെല്ലാം ചോദിക്കും, അത് കുഴപ്പമില്ല നിന്നെ കൊണ്ട് ഒക്കും. അനാമിക പറഞ്ഞപ്പോ മൈൻഡ് ചെയ്യാറില്ല, അവിടെ നിന്ന് പറയട്ടെ, എന്നിട്ട് ചെയ്യുമെന്ന് നല്ലപോലെ അറിയാം. നല്ലായിരുന്നു, നന്നായിട്ട് കളിച്ചു, കുഴപ്പമൊന്നുമില്ല, എനിക്ക് തെറ്റിയൊന്നുമില്ല, നല്ലായിരുന്നു. നിങ്ങളൊരു കണ്ടില്ലേ? കണ്ടോ, കൊള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. എന്റെ കൂട്ടുകാര് പറയട്ടെ. അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കാം. തെറ്റിയോ എന്ന് ചോദിച്ചാൽ ഒരു സ്റ്റെപ്പ് 2 അങ്ങോട്ട് എടുക്കേണ്ടത് ഞാൻ 4 ഇങ്ങനെ കളിച്ച്. അത് വേറൊന്നുമല്ല, നോർമലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ അത് കളിക്കും, രണ്ടാമത്തെ പോർഷൻ രണ്ടാമത് കളിക്കുമ്പോൾ ഇപ്പറം ചെയ്യും. അതുകൊണ്ട് എനിക്ക് തെറ്റിയതായിട്ട് പറയാനും തോന്നുന്നില്ല, 2 ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു ഓരോന്നായിട്ട് പറഞ്ഞു വരുമ്പോഴത്തേക്കും കുറെ അങ്ങോട്ട് പറയേണ്ടില്ല. വേറൊന്നും തെറ്റില്ല, പക്ഷെ നല്ലപോലെ ആസ്വദിച്ച് കളിച്ചു. ആഹാ, പക്ഷെ വന്നപ്പോ വലിയ ടെൻഷനൊക്കെ ആയിരുന്നു, ആക്ടിങ് ആയിരുന്നു തോന്നുന്നു. ഓക്കെ, എല്ലാരും ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും നന്നായിട്ട് ചെയ്തോ? സദ്യയൊക്കെ കഴിച്ചോ? ഒരുപാട് സദ്യയൊക്കെ തട്ടിയോ? 5, 6. ഓക്കെ, ശരി. ടാറ്റ പറഞ്ഞേ. നല്ലൊരു ഡാൻസുമായി ഉടൻ തന്നെ വരായിരിക്കും. അത് കളിച്ചു നോക്കട്ടെ ചേച്ചി ഇത്തിരി. അല്ല, എനിക്ക് ശിവതമാണ് പേടി.